السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أنت من الهالك والفاني تبعد عن الجنة تقرب من النار يغشاك موج من النار يهدمك. സ്നേഹം നിറഞ്ഞ ഈ പ്രോഗ്രാമിൽ സന്നിഹിതരായിട്ടുള്ള ഈ പ്രസ്ഥാനവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേജിൽ ഉപവിഷ്ടരായ മഹത് വ്യക്തിത്വങ്ങളെ, സ്വാഗത ഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട സുഹൃത്ത്, സ്റ്റേജിൻ്റെയും പരിസരത്തും സദസ്സിലുമൊക്കെയായി അങ്ങിങ്ങായി ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് സലഫി പ്രസ്ഥാനം തസ്ഫിയ എന്ന പേരിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു എന്നതിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്ന സംസാരം മാത്രമാണ് ഈ എളിയവനിൽ നിന്ന് ആഗ്രഹിക്കപ്പെടുന്നത്. സൂചിപ്പിക്കപ്പെട്ട രൂപത്തിൽ തസ്ഫിയ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പ്യൂരിഫിക്കേഷൻ എന്നാണ്. എന്തിനെയാണ് പ്യൂരിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനായ സുബൈർ സലഫി പട്ടാമ്പിയുടെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്തിനെയാണ് ഈ മനുഷ്യ സമുദായത്തിൻ്റെ മുമ്പിൽ പ്യൂരിഫൈ ചെയ്തെടുക്കേണ്ടത് എന്നത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. കേരളത്തിൻ്റെ മുക്കുമൂതാരങ്ങളിൽ, അതുപോലെ തന്നെ വ്യത്യസ്തമായ മേഖലകളിൽ, കവലകളിൽ, അങ്ങാടികളിൽ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റുകളിൽ കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ മുതലെടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനെ പരിചയപ്പെടുത്തുവാനുള്ള എളിയ ശ്രമങ്ങളാണ് ഇതുപോലുള്ള സദസ്സുകളിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓതി വെച്ച ആയത്തിൽ നിന്ന് ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ചതിന് ശേഷം ലോകത്ത് ഒരുപാട് സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ഹ്രസ്വമായ ഒരു രൂപം അവതരിപ്പിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൻ നൂറിന്റെ 45-ാമത്തെ വചനത്തിലൂടെ സൂചിപ്പിക്കുകയാണ്, അല്ലാഹു ആകുന്ന ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെന്ന് മാത്രമല്ല, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ, പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിജാലങ്ങളുടെ അടിസ്ഥാനമായി അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്, അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനമെന്നുള്ളത് വെള്ളമാണ്. അഥവാ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് ജീവിതത്തിനും അവയുടെ ജീവിതത്തിൻ്റെ തുടക്കവുമൊക്കെ വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, അതേ സമയത്ത് അവരിൽ ചില ആളുകൾ, ചില സൃഷ്ടിജാലങ്ങൾ അവർ സഞ്ചരിക്കുന്നത് തൻ്റെ ഉദരം നിലത്ത് അമർത്തി വെച്ചുകൊണ്ടാണ്. ഉരകജീവികളെ പോലെയാണ്, പാമ്പിനെ പോലെ, അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളെ പോലെ തൻ്റെ വയറിൻ്റെ ഭാഗം നിലത്തുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് സഞ്ചരിക്കുന്നത്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, അതേ സമയത്ത് സൃഷ്ടികളിൽ ചില ആളുകളുണ്ട്, ചില സൃഷ്ടിപ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് മൻ യംശി അലാ റിജ്ലൈൻ, അവർ സഞ്ചരിക്കുന്നത് ഇരുകാലുകൾ വെച്ചുകൊണ്ടാണ്. അഥവാ മനുഷ്യ സമൂഹത്തെ കുറിച്ചാണ് സൂചന. വമിൻഹും മൻ യംശി അലാ അർബഅ, എന്നാൽ സൃഷ്ടികളിൽ തന്നെ ചില ആളുകൾ, ചില ജീവികളുണ്ട്, അവർ സഞ്ചരിക്കുന്നത് 4 കാലുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ്, 4 കാലുകളാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അതിനുള്ള എല്ലാ കഴിവും എല്ലാ ശക്തിയും ഉള്ളത്. അപ്പോൾ ഈ ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സംസാരമാണ്. എവിടെ മുജാഹിദ് പ്രസ്ഥാനം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചാലും ഈ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്,
ഏറ്റവും അടിസ്ഥാനപരമായി കൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടാവിനെ പരിചയപ്പെടുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ കുറിച്ച് എടുത്ത് പിന്നീട് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, എന്നിട്ട് സൂറത്തുർ റഹ്മാനിലേക്ക് വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് മാത്രമുള്ള ഒരു ഗുണമാണ് ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ. ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കും അല്ലാഹു നൽകാത്ത ഒരു ക്വാളിറ്റി ഉണ്ട്. ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കും അല്ലാഹു നൽകാത്ത ഒരു വിവേചന ബുദ്ധിയുണ്ട്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിക്കുക മാത്രമല്ല, അല്ലമഹുൽ ബയാൻ, അവന്റെ ഹൃദയത്തിലുള്ളത് കൃത്യമായി മറ്റുള്ള തന്റെ സഹോദരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബയാനിനെ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബയാന് പഠിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ഈ ലോകത്തുള്ളത് അത് മനുഷ്യൻ മാത്രമാണ്. ഇവിടെയുള്ള സകലമാന ജീവജാലങ്ങളും അവർ സംസാരിക്കുന്നുണ്ട്. അവർ പരസ്പരം ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ടെങ്കിൽ കൂടി മനുഷ്യന്റെ നാവ് ഉപയോഗപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിൽ ഒരാളും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യന്റെ നാവിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിന് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, രണ്ട് കണ്ണുകൾ മാത്രമല്ല വലിസാനൻ, സംസാരിക്കാനുള്ള നാവും പടച്ച റബ്ബ് നൽകി. അതുപോലെ തന്നെ പടച്ച റബ്ബ് അവന് നൽകുകയാണ് വലിസാന, ഒരു നാവും പടച്ച റബ്ബ് നൽകുക തന്നെ ചെയ്തു. കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ സംസാരിക്കണം. ഈ പ്രപഞ്ചത്തിൽ സംസാരിക്കുന്ന മനുഷ്യന്റെ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും സംസാരിക്കുന്നത് അത് പടച്ച റബ്ബിനെ കുറിച്ചായിരിക്കണം. ഖാലിഖായ അല്ലാഹ്, റാസിഖായ അല്ലാഹ്, റഹ്മാനായ അല്ലാഹുവിനെ കുറിച്ചായിരിക്കണം അവന്റെ സംസാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യരും ഇതര ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം, എല്ലാ ജീവികളും ചിന്തിക്കുന്നുണ്ട്. എല്ലാ ജീവികൾക്കും വികാരങ്ങളുണ്ട്, വിചാരമുണ്ട്, വിവേകത്തോടുകൂടി പല ജീവികളും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്നുള്ളത് അവൻ ചിന്തിക്കുന്ന വിഷയത്തെ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പടച്ച റബ്ബ് അവസരം നൽകി എന്നുള്ളതാണ്. ലോകത്ത് മനുഷ്യന് മാത്രമാണത് നൽകപ്പെട്ടിട്ടുള്ളത്. നന്മയിലൂടെ സഞ്ചരിക്കാനും തിന്മയിലൂടെ സഞ്ചരിക്കാനും ഒരുപോലെ പടച്ച റബ്ബ് ഒരു മനുഷ്യനാണ് ബുദ്ധി നൽകിയിട്ടുള്ളത്. അവന് വ്യത്യസ്തമായ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. ഇവിടെ ഏതൊരു മൃഗത്തെ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും അവരുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തിയതിനപ്പുറത്ത് സംസാരിക്കാൻ, ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തിയതിനപ്പുറത്ത് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ അവർക്ക് സാധ്യമല്ല. ഇവിടെ ഏതെങ്കിലും ഒരു മാംസം തിന്നുന്ന ഏതെങ്കിലും ഒരു ജീവി ഇന്ന് വരെ പച്ചപ്പുല്ല് തിന്നിട്ടില്ല. കാരണം എന്താ? അവരുടെ ഡൈജഷൻ സിസ്റ്റം പ്രത്യേകമാണ്. അവിടേക്ക് പുല്ല് ചെല്ലുന്നത്, അവിടെ ഒരു മാംസം ചെന്നാൽ അത് ദഹിപ്പിക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ പടച്ച റബ്ബ് കാണിച്ച റൂട്ടിൽ നിന്ന് തെറ്റിയിട്ടൊരു ജീവിതം അവർക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും പടച്ച റബ്ബ് അവർക്ക് അവസരം നൽകിയിട്ടില്ല. എന്നാൽ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്റെ ഹൃദയത്തിൽ ന്നതിനെ എന്റെ ജീവിതത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ എനിക്ക് പടച്ച റബ്ബ് ആ നിലക്കാണ് എന്റെ ശരീരത്തെ സംവിധാനിച്ചിട്ടുള്ളത്, ആ നിലക്കാണ് എന്റെ ചിന്തയെ സംവിധാനിച്ചിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മനുഷ്യൻ മാത്രമാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവർ. മനുഷ്യൻ മാത്രമാണ് തന്റെ ഹൃദയത്തിന്, തന്റെ മനസ്സിനെ, മനസ്സാക്ഷി കുത്തി ഉള്ള വിഷയം തന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് ചെയ്യുന്നവർ ഈ ലോകത്ത് മനുഷ്യർ മാത്രമാണ്. അനുവദിക്കപ്പെടാത്ത വസ്തുക്കളിൽ കൈവെക്കുന്നവർ ഈ മനുഷ്യർ മാത്രമാണ്. തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് വിഷയത്തിലും യഥേഷ്ടം ഉപയോഗിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൃത്യമായി കൊണ്ട് ഒരു സാഹചര്യം പടച്ച റബ്ബ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും പടച്ച റബ്ബ് പറഞ്ഞില്ലേ, വഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് രൂപത്തിലുള്ള ഒരു പാത പടച്ച റബ്ബ് കാണിച്ചു കൊടുക്കുകയാണ്. നന്മയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നന്മയിലൂടെ മുന്നേറാം, ഇപ്പുറത്ത് തിന്മയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് തിന്മയിലൂടെയും മുന്നേറാം. ഇത് മനുഷ്യ സമുദായത്തിന് മാത്രം അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. പക്ഷേ ആഖിറ നാളിലേക്ക് കടന്നു വരുമ്പോൾ അത് കൃത്യവും വ്യക്തവുമായി റബ്ബ് ചോദിക്കുമെന്നുള്ളത് ആയത്തുകളിൽ സുവ്യക്തവുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നന്മയും തിന്മയും വേർതിരിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടി അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയുണ്ടായി. ആ അമ്പിയാക്കന്മാരുടെ അവസാനത്തെ കണ്ണിയാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്.
പല ആളുകളും തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് 6-ാം നൂറ്റാണ്ടിൽ കടന്നു വന്നതല്ലേ ഇസ്ലാം എന്നുള്ളത്, ഈ അടുത്ത കാലഘട്ടത്തിൽ കടന്നു വന്നതല്ലേ ഇസ്ലാം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതല്ല എന്ന് മാത്രമല്ല, ആദ്യമ കാലഘട്ടം മുതൽ തന്നെ പടച്ച റബ്ബ് ഇവിടെ ഈ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു ഇസ്ലാമിന്റെ പാതയിലാണ് ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, അവസാനം വരുന്ന പ്രവാചകനാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആദ്യത്തെ പ്രവാചകനല്ല, അവസാനത്തെ പ്രവാചകനാണ്. ആ പ്രവാചകന്മാർ മുഴുവനും തന്നെ കടന്നു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ സത്യത്തെ സത്യമായി പഠിപ്പിച്ചു കൊടുക്കാനും ബാത്തിലിനെ ബാത്തിലായി തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ എഴുതി കാണിച്ചു കൊടുക്കുവാനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ. സൂറത്തു അഹ്സാബിന്റെ 40-ാമത്തെ വചനമാണ്. മകാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലികും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ ഒരു മനുഷ്യന്റെയും പിതാവല്ല, ഒരു പുരുഷന്റെയും പിതാവല്ല. അതിനൊരു കാരണമുണ്ട്, ചരിത്രത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനിച്ച 3 മക്കള്, 3 ആൺകുട്ടികളും ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. റിജാൽ എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് ഒരൊറ്റ കുട്ടിയും വന്നിട്ടില്ല. ചെറിയ പ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 മക്കളും മരണപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പിന്തുടർച്ച അനന്തരമെന്ന രൂപത്തിൽ അവിടെ ബാക്കിയില്ല. വലാകിർ റസൂലല്ലാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന അമ്പിയാക്കന്മാരുടെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ മരണപ്പെട്ടു പോയി. ആ പ്രവാചകൻ മരണപ്പെട്ടു പോകുമ്പോൾ പിന്നീട് ഇവിടെ ഒരു സമൂഹം ഇത് ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. അവർക്ക് പറയുന്ന പേരാണ് ഉലമാക്കൾ എന്ന് പറയുന്നത്, ആലിമീങ്ങൾ എന്ന് പറയുന്നത്. അവർ പരിശുദ്ധ ഖുർആൻ പഠിക്കണോ, അവർ ഹദീസുകൾ പഠിക്കണോ, എന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, ഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ, തീർച്ചയായും പാണ്ഡിത്യമുള്ളവർ അംബിയാക്കന്മാർ രുടെ അനന്തരാവകാശികളാണ്. ഒരൊറ്റ അമ്പിയാക്കന്മാരും തന്നെ മരിക്കുമ്പോൾ ഒരുപാട് സമ്പത്ത് ബാക്കിയാക്കി പോയിട്ടില്ല, ദീനാറും ദിർഹമും ഒഴിവാക്കി ഉപേക്ഷിച്ചു പോയിട്ടില്ല. ഇന്നമാ വറസുൽ ഇൽമ, അവർ ബാക്കിയാക്കി വെച്ചിരിക്കുന്നത് അറിവാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, ആ ഇൽമിനെ സ്വീകരിച്ചവനാണ് പരിപൂർണമായ സൗഭാഗ്യം നേടിയവൻ. അപ്പോൾ ഇൽമ് എന്നുള്ളത് ഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അറിവ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കുക എന്നുള്ളത് പടച്ച റബ്ബ് അവനെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം. ചരിത്രത്തിൽ ഒരു ഉമ്മയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. തൊട്ടടുത്ത ഒരു സ്ഥലത്ത് പോലും ഇന്ന് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല സിറ്റികളും ഇന്ന് അടക്കപ്പെട്ടിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഒരു സിറ്റിയിലേക്ക് ഇന്ന് യാത്രായോഗ്യമല്ലാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏതോ ചില ആളുകളുടെ പ്രവർത്തി അവരുടെ കൈകൾ കൊണ്ട് ചെയ്തു വെച്ച ചില ഫസാദിന്റെ ഫലമായി കൊണ്ട് ഇന്നിതാ തലപ്പാടിയിലെത്തി അവസാനിപ്പിക്കുന്ന യാത്രയായി പ്രിയപ്പെട്ടവരെ ഈ കേരള മണ്ണിൽ പോലും തൊട്ടടുത്ത സ്റ്റേജിൽ പോലും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള സ്വഹാബിമാരെ അവരുടെ ചരിത്രം പഠിച്ച ഒരു ഉമ്മയുടെ ചരിത്രം ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1850 ഉത്തർപ്രദേശിന്റെ മണ്ണിൽ റാംപൂർ എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്ത് ഒരു പെൺകുട്ടി ജനിക്കുകയാണ്. 1850 ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഒരു പെൺകുട്ടി ജനിച്ചു. അവളിങ്ങനെ വലുതായി, അവളെ കല്യാണം കഴിഞ്ഞു. പക്ഷേ 27ാമത്തെ വയസ്സായപ്പോഴേക്കും അവളെ കല്യാണം കഴിച്ച ഭർത്താവ് മരണപ്പെട്ടു പോയി, വിധവയായി. ആ വിധവയാകുന്നതിന്റെ മുമ്പ് തന്നെ ഇവർക്ക് ആൺകുട്ടികളായി 4 ആൺകുട്ടികൾ ജനിച്ചിട്ടുണ്ടായിരുന്നു. ആ ആൺകുട്ടികൾ ജനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആൺകുട്ടികളുടെ ഒന്നാമത്തെ പേര് പറയുമ്പോൾ നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാകാം. ഒന്നാമത്തെ ആൺകുട്ടിയുടെ പേര് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. രണ്ടാമത്തെ ആൺകുട്ടിയുടെ പേര് മൗലാന ഷൗക്കത്ത് അലിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് സുൽഫീഖർ അലിയാണ്. നാലാമത്തത് ഗൗഹർ അലി എന്ന് പറയപ്പെടുന്ന 4 ആൺകുട്ടികൾ ഈ പെണ്ണിന് ജനിക്കുകയാണ്.
ആ പെണ്ണ് വെറുതെ ഒരു ചരിത്രം പറഞ്ഞതല്ല. ആ പെണ്ണ് ഇന്ത്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചവരാ. കാശ്മീരിന്റെ മണ്ണിൽ നിന്ന്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ, അവിടെയെല്ലാം തന്നെ ഇസ്ലാമിനെ ക്രൂശിക്കുവാൻ വേണ്ടി ശ്രമിക്കപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ഇസ്ലാമിൽപ്പെട്ട ചില ആളുകൾ തന്നെ ഇസ്ലാമിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ ഈ ഇന്ത്യ പോലുള്ള ഒരു സമുന്നതമായ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഇതിന് മുമ്പ് കടന്നുപോയ ചില ഉമ്മമാരുടെ ചരിത്രം നാം അറിയേണ്ടതുണ്ട്. എന്താ പ്രത്യേകത എന്നറിയുമോ? ഈ ഉമ്മ 27ാമത്തെ വയസ്സിൽ വിധവയായിട്ടുണ്ട്. പിന്നീട് ഈ മക്കളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. ആ ഉമ്മയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഖിലാഫത്ത് കാലഘട്ടത്തിൽ ഗാന്ധി തൊപ്പി എന്ന് പറയപ്പെടുന്ന ആ തൊപ്പിയുടെ ഉപനേതാവ്, അതല്ലെങ്കിൽ അതിവിടെ ആദ്യമായി പരിചയപ്പെടുത്തിയത് ഈ ഉമ്മയാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മയാണ്, ഷൗക്കത്ത് അലിയുടെ ഉമ്മയാണ്, അതുപോലെ തന്നെ സുൽഫീഖർ അലിയുടെ ഉമ്മയാണ്, ഗൗഹർ അലിയുടെ ഉമ്മയാണ്. ആ ഉമ്മയുടെ പേരെന്തെന്നറിയുമോ? ആബാദി ബാനു എന്നാണ്. ആബാദി ബാനു ബീഗം എന്ന് പറയപ്പെടുന്ന ഈ ഉമ്മ, ആ ഉമ്മയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്തു നോക്കൂ. നിങ്ങൾ ആബാദി ബാനു ബീഗം എന്ന് ചെയ്തു നോക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു സെന്റൻസ് ബ്രാക്കറ്റിൽ ഇവിടെയുള്ള വിക്കിപീഡിയ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വനിത. അടിച്ചു നോക്കോടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വനിത. അവരുടെ പേരെന്താ? ഇസ്ലാമിന്റെ പേരാണ്, മുസ്ലിമിന്റെ പേര് മാത്രമല്ല. മുസ്ലിമിന്റെ ഏതെങ്കിലും ഒരു പേര് മാത്രമല്ല, കൃത്യമായി കൊണ്ട് ഇസ്ലാമിന്റെ ആദർശം പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധി തൊപ്പി എന്ന പേരിൽ ഒരു തൊപ്പി അറിയപ്പെട്ടിട്ടുണ്ട്. ആ തൊപ്പി ആദ്യമായി ആ രൂപത്തിൽ ഉണ്ടാക്കിയവരുടെ പേരാണ് ഈ പറയപ്പെടുന്ന ബാനു ബീഗം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അന്ന് വെള്ളക്കാര് ബ്രിട്ടീഷുകാര് ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക. മതത്തിന്റെ പേരിലാണെങ്കിലും, രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും, നിറത്തിന്റെ പേരിലാണെങ്കിലും, സംസ്ഥാനത്തിന്റെ പേരിലാണെങ്കിലും ഡിവൈഡ് ആൻഡ് റൂൾ, തമ്മിൽ അടുപ്പിച്ച് അതിൽ നിന്ന് ബ്ലഡ് ഊറ്റി കുടിക്കുന്ന ഒരു ചെന്നായുടെ പ്രവർത്തനം നടത്തിയ ബ്രിട്ടീഷുകാരനെ നോക്കിയിട്ട് വെള്ളക്കാരെ കരിങ്കൊള്ളക്കാരെന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ഒരു പെണ്ണായിരുന്നു ഈ പറയപ്പെടുന്ന ബാനു ബീഗം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച പെണ്ണാണ് ഈ പെണ്ണ്. അതുമാത്രമല്ല 1922 ഇന്ന് നമ്മുടെ തലശ്ശേരിയിൽ വെച്ച് നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു സമ്മേളനത്തിൽ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറുകയും ആ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് നിന്ന് ഈ കേരള മണ്ണിൽ വന്ന് തിരിച്ചു പോവുകയും ചെയ്ത പെണ്ണ്. ആ പെണ്ണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വളർത്തിക്കൊണ്ടുവന്ന ഒരു ഭാഗം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ട മകനെ അടുത്ത് ചേർത്ത് വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നമ്മുടെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, നിന്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി നീ പഠിക്കേണ്ട ഒരു ആവശ്യകതയെ ബോധ്യപ്പെടുത്തുക. ഞാൻ എന്തേ സൂചിപ്പിച്ചതെന്നറിയുമോ? നമ്മുടെ മക്കൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകണം. ഇന്ന് തീർച്ചയായും അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ് ദീനിന്റെ വിജ്ഞാനം കിട്ടിയവരെന്നല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് കിട്ടണമെങ്കിൽ അതിന് പറ്റിയ ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റണ്ടേ? ചെറിയ പ്രായം മുതൽ തന്നെ ഹിഫ്ള് പഠിപ്പിക്കുന്ന, ചെറിയ പ്രായം മുതൽ തന്നെ ദീനുമായി ബന്ധപ്പെടുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൗലാന മുഹമ്മദ് അലി ജൗഹറും ഷൗക്കത്ത് അലിയും ഇങ്ങനെ കൈപിടിച്ച് വളർന്നു വന്നപ്പോൾ ആ ഉമ്മ പറഞ്ഞു, മുഹമ്മദ് അലി, ഇനി മതി, ഇനി നീ ഈ രാജ്യത്ത് നിന്ന് പോയിട്ട് ആ ബ്രിട്ടീഷുകാരന്റെ അതേ ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നീ പഠിക്കണം. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ ഉമ്മ ഈ മകനെ പറഞ്ഞയക്കുകയാണ്. എന്തിനാ പറഞ്ഞയക്കുന്നതെന്നറിയുമോ? അവിടെ പോയിട്ട് ആ ഉമ്മയുടെ വാക്കുകൾ ചരിത്രത്തിലുണ്ട്. അവിടെ പോയിട്ട് നീ എനിക്ക് ഒരുപാട് പണം കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഉമ്മയുടെ മരണത്തിന്റെ മുമ്പ് ഈ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം മൗലാന മുഹമ്മദ് അലി എന്ന് പറയപ്പെടുന്ന കുട്ടിയെ വിളിച്ച് പറയാ, മുഹമ്മദ് അലി, നിന്റെ കൈകളിലൂടെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഈ ഉമ്മാക്ക് കാണണം. 1850 ജനിച്ച 1920 നടക്കുന്ന സംഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അന്ന് ആ മകൻ ഇവിടെ നിന്ന് കപ്പൽ കയറി ലണ്ടൻ നഗരത്തിലേക്ക് പുറപ്പെടുകയാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോൾ 2 ഉപദേശങ്ങളാണ് ആ മാതാവ് നൽകിയത്. ഒന്നാമത്തെ ഉപദേശം, ഏത് മരം കോച്ചുന്ന തണുപ്പാണെങ്കിലും എൻ്റെ മോനെ ഒരിക്കലും തന്നെ രാത്രി തഹജ്ജുദ് നമസ്കാരം ഒഴിവാക്കരുതേ. രാത്രി തഹജ്ജുദ് നമസ്കാരം ഒഴിവാക്കരുത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, ഞാൻ പേര് വിട്ടുപോയി, അദ്ദേഹത്തിന്റെ സുഹൃത്ത് രേഖപ്പെടുത്തി. അതിനുശേഷം ആ ഉമ്മയുടെ മകൻ ഏത് തണുപ്പാണെങ്കിലും രാത്രി അദ്ദേഹത്തിന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ടായിരുന്നത് എന്ന് രേഖപ്പെടുത്തുകയാണ്.
രണ്ടാമത് ഈ ഉമ്മ കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയുമോ? ഇതുപോലുള്ള ഒരു കർച്ചീഫ് ആ ഉമ്മ മകന്റെ കൈകളിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ ഇത് കൊണ്ടുപോകണം, കാരണം ഇനി നമ്മൾ തമ്മിലെന്ന് കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല. നിന്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഇതാ എന്റെ നിങ്ങളെ കുറിച്ച് ഓർത്ത് കണ്ണുനീര് തുടച്ച കർച്ചീഫാണ്, തൂവാലയാണ്. അതുകൊണ്ട് ഈ ഉമ്മയെ കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് നീ ഇതെടുത്തൊന്ന് സ്മെല്ല് ചെയ്യണം, ഒന്ന് മണത്ത് നോക്കണം. ഈ ഉമ്മയുടെ ഗന്ധം നിനക്കറിയാം. അങ്ങനെ പോവുകയാണ്. പോയി പഠനം നടത്തി. ആ സമയത്ത് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിന്റെ ഒരു കത്ത് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ ദീനുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഇതിന്റെ നൽകപ്പെട്ട ടോപ്പിക്കിൽ സുബീർ സലഫ് ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതേ സമയത്ത് മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം പലതും തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ മണ്ണിന് വേണ്ടി ജീവിക്കുകയും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്ത, ഈ രാജ്യത്തിന് വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചവർ മുഴുവൻ അധികം ആളുകളും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതിൽ സംശയമില്ല. അവരുടെ ആനുപാതികം നോക്കുമ്പോൾ കുറഞ്ഞ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഒരുപാട് ചരിത്രം ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിന്റെ പേജുകൾ ഇങ്ങനെ പിന്നാമ്പുറത്തേക്ക് മറിച്ച് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു മുസ്ലിമിന്റെ പേര് കാണാത്ത ഒരൊറ്റ ചരിത്രവും തന്നെ ഒരൊറ്റ പേജും മറിഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ വിളിക്കുകയാണ്, അല്ലയോ ഗർജിക്കുന്ന സിംഹമേ, ഗർജിക്കുന്ന സിംഹമേ. ആരെയാ വിളിക്കുന്നത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ വിളിക്കുകയാണ്, കത്തെഴുതുകയാണ്. ഇവിടെ ഓരിയിടുന്ന ഒരുപാട് കുറുക്കന്മാരുണ്ട്. ഗർജിക്കുന്ന സിംഹമേ, നീ ഇന്ത്യയിലേക്ക് തന്നെ, ഭാരതത്തിലേക്ക് തന്നെ നീ മടങ്ങി വരണം. അദ്ദേഹം ഓർമ്മപ്പെടുത്തുക. അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, അവിടെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി അദ്ദേഹം പ്രവർത്തിച്ചു. അതിനിടയ്ക്ക് 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസ് അഥവാ ബ്രിട്ടീഷുകാരന്റെ നേതൃത്വത്തിൽ 82ഓളം വരുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ രാജ്യങ്ങളുടെയും പ്രതിനിധിയായിക്കൊണ്ട് 82 പ്രതിനിധികളെ വിളിച്ചുകൊടുത്ത ലണ്ടൻ തെരുവോരങ്ങളിൽ നടത്തപ്പെട്ട റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനം നമ്മൾ കേട്ടിട്ടുണ്ട്. 1930 ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് അന്ന് 32 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ 32 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ പറയപ്പെടുന്ന ജോർജ് എന്ന് പറയപ്പെടുന്ന അന്നത്തെ ഭരണാധികാരിയുടെ മുമ്പിൽ ഈ 32 കോടി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഗാന്ധിജി തെരഞ്ഞെടുത്ത മനുഷ്യന്റെ പേര് മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്നാണ്. മനസ്സിലാകണ്ടോ? മൗലാന മുഹമ്മദ് അലി ജൗഹർ 32 കോടി ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ പുറപ്പെട്ടവന്റെ പേര് മൗലാന മുഹമ്മദ് അലി ജൗഹർ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പറയപ്പെടുന്ന മുംബൈ എന്ന് പറയപ്പെടുന്ന തുറമുഖ നഗരത്തിൽ നിന്നും വാഹനം കയറുകയാണ്. അവസാനം അവിടെ എത്തി. അന്നത്തെ സിസ്റ്റം അനുസരിച്ച് 82 രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇങ്ങനെ വട്ടത്തിലിരിക്കുക. ആ സമയത്ത് അവർ സമയം അനുവദിച്ചു കൊടുത്തു 5 മിനിറ്റ്. നിങ്ങൾ ഇതിന് ശേഷമുള്ള ചരിത്രങ്ങൾ പഠിക്കണം. അതിലേക്കൊരു ചൂണ്ടുപലക മാത്രമാണ്. 5 മിനിറ്റ് കൊടുത്തു. മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, 32 കോടി ജനങ്ങളെ പ്രതിനിധീകരിച്ച് വരുന്ന ഒരു പ്രതിനിധിയാണ് ഞാൻ. 1 കോടി ജനങ്ങൾക്ക് 1 മിനിറ്റ്, 1 കോടി ജനങ്ങൾക്ക് 1 മിനിറ്റ് ഞങ്ങൾക്ക് നൽകണം. അദ്ദേഹം പറഞ്ഞു സമ്മതിച്ചില്ല. അവസാനം ചോദിച്ചു വാങ്ങി സംസാരം തുടങ്ങി. ഔപചാരികമായ സംസാരത്തിന് ശേഷം 17ാമത്തെയോ 18ാമത്തെയോ മിനിറ്റിൽ അദ്ദേഹം പറയേണ്ടി വന്നു, മൈ ബിലോവഡ് പ്രൊഫറ്റ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രേമവാചരമായ എന്റെ സ്നേഹനദിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വന്നപ്പോൾ അവിടെ ജോർജ് എണീറ്റ് കൊണ്ട് പറഞ്ഞു, ആ പേര് ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല, ആ പേര് ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല. ഇത് കേട്ടിട്ട് മൗലാന മുഹമ്മദ് അലി ജൗഹർ തന്റെ മുമ്പിലുള്ള മേശപ്പുറത്തൊരു അടിയടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ മതത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും അയാമേ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. പക്ഷേ നിങ്ങൾ എന്റെ രാജ്യത്തെ കുറിച്ച് ചോദിക്കുന്നുവെങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് ടേബിളിൽ അടിച്ചിട്ട് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് സംസാരം തുടർന്ന്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് BP-യുടെ പ്രശ്നം വന്ന് അവസാനം അദ്ദേഹം അവിടെ കുഴഞ്ഞു വീഴുന്ന സമയമാണ്. അവസാനം അദ്ദേഹത്തിന്റെ നാവിൻ തുമ്പിലൂടെ വന്നത്, പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം കേൾക്കുന്നവർ, മുസ്ലിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട് റോൾ എന്ന് ചോദിക്കുന്നവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മുസ്ലിമീങ്ങളുടെ റോള് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും അഖണ്ഡതക്ക് കാരണം. ന്യൂനപക്ഷം വരുന്ന ചില പ്രവർത്തകർ അല്ലെങ്കിൽ ചില ആളുകളുടെ ചിന്തകൾ അതിനെക്കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. കേരള മണ്ണിലാകട്ടെ, ഇന്ത്യയുടെ ഏത് ഭാഗത്താകട്ടെ,
മറ്റുള്ള ഭാഗത്ത് നിന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ നടക്കുന്നത് തെക്കിൽ കൊണ്ടുവരികയും തെക്കിൽ നടക്കുന്നത് നടക്കാത്തതും നടക്കുന്നതുമായ കാര്യങ്ങളെ പെരുപ്പിച്ച് വടക്കിൽ റിപ്പോർട്ട് ചെയ്യുകയും കിഴക്കിന്റെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് നടക്കുന്നതിനെ പെരുപ്പിച്ച് പടിഞ്ഞാറ് റിപ്പോർട്ട് ചെയ്യുകയും പടിഞ്ഞാട്ട് നടക്കുന്ന ചെറിയ ചെറിയ വിഷയങ്ങളെ കിഴക്കിൽ കൊണ്ടുപോയി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ മുസ്ലിം വിഭാഗം തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത് എന്ന ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് സംസാരിക്കുന്നത്. അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞു, ഞാൻ വന്നത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. ഒന്നുകിൽ എനിക്ക് സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു 6 അടി മണ്ണ് വേണം. കാരണം എന്നെ പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന 32 കോടി ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മൗലാന മുഹമ്മദ് അലി ജൗഹറിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. 1947 നമുക്കറിയാവുന്ന സംഗതിയാണ്. 1930 അദ്ദേഹം അവിടെ കുഴഞ്ഞു വീഴുകയാണ്. അവസാനം അദ്ദേഹം തീർച്ചപ്പെടുത്തി, എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഖബർ നാം കാണുന്നത് ജെറൂസലേമിലാണ്, പലസ്തീനിന്റെ മണ്ണിലാണ്. പലസ്തീനിന്റെ മണ്ണിലാണ് അദ്ദേഹം അടക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ, ഈ രാജ്യത്തിന് അവർ ചെയ്തു വെച്ച സേവനങ്ങൾ എന്നുള്ളത്. കാരണം അവർക്ക് ബോധ്യമുണ്ട്, തട്ടമിട്ട ഉമ്മയുടെയും പൊട്ടുതൊട്ട അമ്മയുടെയും അതുപോലെ തന്നെ കുരിശ് വരക്കുന്ന അമ്മച്ചിയുടെയും സിരകളിൽ ഓടുന്ന രക്തത്തിന്റെ വർണ്ണം അത് റെഡ് കളർ മാത്രമാണ്, അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഏകദൈവ വിശ്വാസത്തിന്റെ വിഷയം കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ രാഷ്ട്രപരമായിട്ടുള്ള വിഷയങ്ങൾ, രാഷ്ട്രീയമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു നല്ല രാഷ്ട്രീയക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രത്തിന് നന്മ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്നവനാണ് ഒറിജിനൽ രാഷ്ട്രീയക്കാരൻ. അല്ലെ, ഏത് വിഭാഗമാണെങ്കിലും ശരി, രാജ്യ നന്മക്ക് പ്രവർത്തിക്കുക, അതാണ് രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാടുകളിൽ അതിന് നേരെ വിപരീതം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ 2 രൂപത്തിലാണ് നമ്മൾ ഏതൊരു പ്രോഗ്രാമിലും സാധാരണ കാണാറുള്ളത്. ഒന്ന്, സൃഷ്ടാവായ റബ്ബിനെ പരിചയപ്പെടുത്തണം. എന്റെ ഒരു സങ്കടം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയുടെ 7 ഭൂഖണ്ഡങ്ങളിൽ മനുഷ്യവാസമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളയാണ് എന്ന് പഠിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. എടുത്ത് പരിശോധിച്ചു നോക്കി. ഈ 7 ഭൂഖണ്ഡങ്ങളിൽ മനുഷ്യവാസമുള്ള ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിന്റെ ഏതെങ്കിലും ആ ഭാഗത്ത് ആരാണോ സൃഷ്ടാവ് എന്ന ചോദ്യത്തിന്റെ മറുപടിയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വാചകം ഓതിയിട്ട് അള്ളയാണ് സൃഷ്ടാവ് എന്ന് പഠിപ്പിക്കേണ്ട ദുരന്തം ഈ കേരളത്തിന്റെ മണ്ണിൽ മാത്രമാണുള്ളത്. ഒരു മനുഷ്യനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാക്കി അവതരിപ്പിച്ച ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. എത്രയെത്ര തൗഹീദി പ്രഭാഷണങ്ങൾ മുന്നോട്ട് പോയാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡ്യൂട്ടി അവസാനിക്കുന്നില്ല. അത് അവസാനിക്കാൻ തന്നെ സാധ്യവുമല്ല. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിഷയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആദർശം ഇവിടെ പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, സലഫി പ്രസ്ഥാനം അത് ഏറ്റുപിടിപ്പിക്കുകയാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രികീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ നബിയെ പറയുക, ഹാദിഹി സബീലി, ഇതാകുന്നു എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അലാ ബസീറത്തിൻ, കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടി. അന വമൻ ഇത്തബഅനി, ഞാനും എന്റെ പിന്തുടർന്നു വരുന്ന ആളുകളോ അല്ലാഹുവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അഥവാ സ്വർഗത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വസുബ്ഹാന അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രികീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ആവുകയില്ല തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ പടച്ച റബ്ബിനെ പരിചയപ്പെടുത്തുന്ന ഒരു വേദിയാണിത്. മതവുമായി ബന്ധപ്പെട്ട വിഷയം, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം, അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് സുബൈർ സലഫി പട്ടാമ്പി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അവതരിപ്പിക്കുന്നതാണ്.
ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഏതൊരു പ്രോഗ്രാമിൽ നമ്മൾ ഇരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചുള്ള പ്രോഗ്രാമാണോ, പടച്ചറബിന്റെ ഖുർആനിനെ കുറിച്ചുള്ള സംസാരമാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണോ, അവിടെ പടച്ചറബിന്റെ മലക്കുകളുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഉണ്ടാകും തുടക്കം മുതൽ അവസാനം വരെ. എന്നിട്ട് പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഒരുമിച്ച് പിരിയണം. അങ്ങനെ ഒരുമിച്ച് പിരിയുമ്പോൾ ഈ ഇരിക്കുന്നത് പോലും ഇബാദത്താണെന്ന ബോധം നമുക്കുണ്ടാകണം. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണത്. എന്നും തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ആ സമയത്തും അദ്ദേഹത്തിന് പടച്ചറബ് കൂലി ഇങ്ങനെ രേഖപ്പെടുത്തി കൊടുക്കുമത്രേ. എല്ലാ കാലഘട്ടത്തിലും പ്രബോധനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യന്മാര് പ്രായാധിക്യം കൊണ്ട് ബെഡ് റെസ്റ്റിലാണ്, പിന്നീട് അദ്ദേഹത്തിന് എണീക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്തും പ്രോഗ്രാമുകൾ നടത്തുന്നതിന്റെ പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുമത്രേ. എല്ലാ സമയത്തും പടച്ചറബിന്റെ ദീന് കേട്ടുകൊണ്ടിരുന്ന മനുഷ്യന്മാരാണ്. അവസാനമാകുമ്പോഴേക്കും രോഗം വന്നു, അതുപോലെ തന്നെ ക്ഷീണം വന്നു, അതുപോലെ തന്നെ പ്രയാസം വന്നു. പക്ഷേ പിന്നീട് സദസ്സുകളിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അവരുടെ മുൻകഴിഞ്ഞ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് നല്ല നീയത്തിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം നൽകുമത്രേ. എല്ലാ സമയത്തും പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന മനുഷ്യനാണ്. ആ നമസ്കരിക്കുന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിന് നമസ്കാരത്തിനെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി നീയത്തിന് കൂലി നൽകുമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ തത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന മനുഷ്യരല്ലേ നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് അവതരിപ്പിക്കപ്പെടുന്ന വിഷയം നിങ്ങൾ കേൾക്കുക, പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടാനുണ്ട്, സൃഷ്ടാവിനെ കുറിച്ച് പരിചയപ്പെടുത്താനുണ്ട്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. 8 മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന ഒരു 5 മിനിറ്റിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കൂ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഫോണുകളുണ്ട്, നമ്മുടെ മുമ്പിൽ ടാബുകളുണ്ട്. ആ ടാബിലും ഫോണിലുമൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് വാർത്തകൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൽ വിരലമർത്തുന്നതിന്റെ മുമ്പ് ആലോചിക്കണം. പണ്ട് കാലങ്ങളിൽ പറഞ്ഞതുപോലെ വാവിട്ട വാക്കും കൈവിട്ട കല്ലും പിന്നീട് തിരിച്ചു കിട്ടില്ലെന്ന് പറഞ്ഞതുപോലെ ഇന്ന് അത് രണ്ടിനും പുറത്ത് മറ്റൊന്ന് കൂടി വന്നിട്ടുണ്ട്. ഫോണിൽ നിന്ന് വല്ലതും ഒന്ന് എയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന യാതൊന്നോ നമ്മുടെ കൈകളിലൂടെ കടന്നു വരാൻ പോകില്ല. അതുപോലെ തന്നെ വല്ല രൂപത്തിലുമുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ വിവേകം നഷ്ടപ്പെട്ടവരായത് ഷെയർ ചെയ്യണ്ട, വിവേകം നഷ്ടപ്പെട്ടതായിട്ട് അവിടെ കമന്റ് അടിക്കണ്ട. വിവേകം നഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മുടെ പ്രവർത്തന ഫലമായിക്കൊണ്ട് ഈ ദീനിന് ഒരിക്കലും തന്നെ ഒരു പ്രയാസം ഉണ്ടാകരുത്. ലണ്ടനിൽ നടന്ന ഒരു ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു മനുഷ്യൻ ഇങ്ങനെ താടി വെച്ച് നെരിയാണിക്ക് മുകളിൽ പെൻഡെടുത്ത് അള്ളാഹുവിന്റെ ഒരു നല്ല ഒത്ത ഒരു അടിയാന്റെ വിശേഷണവുമായി കൊണ്ട് ഇതേ രൂപത്തിൽ തന്നെ അതേ തെരുവോരത്തിലൂടെ ഒരു ബസ്സിൽ യാത്ര പോകുന്ന ഒരു സംഭവം ഒരു ഫീച്ചറിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതി വെക്കുകയാണ്, ഞാൻ ഇങ്ങനെ പോയി, അവിടെയുള്ള പ്രത്യേകത എന്താ, ബസ് ഡ്രൈവറുടെ കൈകളിലാണ് പണം നൽകേണ്ടത്, യൂറോ നൽകേണ്ടത്. അങ്ങനെ ആ പണം നൽകി. അദ്ദേഹം തിരിച്ചു വാങ്ങിയ പണം അല്പം അധികമാണ്, കുറച്ച് പൈസ കൂടുതലുണ്ട്. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് നോക്കി എന്ത് ചെയ്യുമെന്ന്. അവസാനം ഇറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് ഡ്രൈവറുടെ അരികിൽ പോയി ഇദ്ദേഹം പറഞ്ഞു, അങ്ങ് തന്ന പണം 1 രൂപ 2 രൂപ കൂടുതലുണ്ടല്ലോ. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, അദ്ദേഹം എഴുതി വെച്ച ഒരു ഫീച്ചർ വായിച്ചതാ. എന്തെന്നറിയോ, നമ്മൾ കാരണത്താൽ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടരുത്. ആ ഡ്രൈവർ ഇദ്ദേഹത്തോട് പറഞ്ഞെന്തറിയോ, ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാം ഇങ്ങനെ വളർന്ന് പന്തലിച്ചു വരികയാണ്. മുസ്ലിമിന്റെ സ്വഭാവം അറിയാൻ വേണ്ടി ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നതാണ് 2 രൂപ അധികം. നിങ്ങൾ അതുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇസ്ലാമിനെ ഞാൻ തെറ്റിദ്ധരിക്കുമായിരുന്നു. നിങ്ങൾ എനിക്കത് തിരിച്ചു തന്നല്ലോ. ഇപ്പോൾ എനിക്ക് സമാധാനമായി, ഞാൻ ഇസ്ലാമിനെ പഠിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് രേഖപ്പെടുത്തി വെച്ചത് എന്താണെന്നറിയുമോ, ആ ബസ്സിൽ നിന്ന് പിന്നീട് എനിക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ആ ബസ്സിന്റെ കോണിപ്പടിയിൽ ഇങ്ങനെ കൈപിടിച്ച് മെല്ലെ റോഡ് സൈഡിലേക്ക് കാലെടുത്ത് വെച്ച് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നിട്ട് അദ്ദേഹത്തെ ഒരു കമ്പിയിൽ പിടിച്ചിങ്ങനെ വീണു പോകാതിരിക്കാൻ വേണ്ടി വിറച്ചു നിൽക്കുന്ന രംഗം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കാരണം ഒരു 2 രൂപക്ക് വേണ്ടി ഇസ്ലാമിനെ വിറ്റവനാണെന്ന രൂപത്തിൽ ഞാൻ നാളെ പരലോകത്ത് വരുമ്പോൾ പടച്ചറബിന്റെ മുമ്പിൽ ഞാൻ കോടതിയിൽ മറുപടി പറയേണ്ടി വരില്ലേ? പടച്ചറബേ, നീ എന്നെ സംരക്ഷിച്ചല്ലോ, നിന്റെ ദീനിനെ എന്നെ വെച്ചുകൊണ്ട് നീ പരീക്ഷിക്കുന്നതിൽ നിന്ന് എനിക്ക് നീ സംരക്ഷണം നൽകിയില്ലേ അല്ലാ എന്ന രൂപത്തിൽ അദ്ദേഹം എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ ആധിക്യം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.